അപ്പോൾ ഫ്ലട്ടർ പഠിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ ന്യൂ മലയാളം വീഡിയോ ട്യൂട്ടോറിയൽ സീരീസിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്പ്ലാഷ് സ്ക്രീൻ ചെയ്യുന്നത് എന്നതാണ്. നമുക്കറിയാം, ഒരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് വന്ന് നിന്നിട്ട് പോകുന്ന ഒരു സ്ക്രീനാണ് അതിൻ്റെ സ്പ്ലാഷ് സ്ക്രീൻ. സോ അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ന്യൂ ഫ്ലട്ടർ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് ഒരു വന്നെടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കൗണ്ടർ ആപ്പ്. ഇപ്പം നമുക്കിത് ആവശ്യമില്ല, സോ നമുക്കിതിനെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ മൈനസിൽ ക്ലിക്ക് ചെയ്യാം, ദെൻ കോപ്പി, കൺട്രോൾ എക്സ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോഴും ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്, മൈ ഹോം പേജ്. അപ്പം ഈ പേജാണ് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്, അതാണ് അവിടെ എറർ കാണിക്കുന്നത്. നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലട്ടർ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വെരി ഫസ്റ്റ് ഫങ്ഷനാണ് വോയിഡ് മെയിൻ എന്ന് പറയുന്നത്. ഒരു ഫ്ലട്ടർ ആപ്പ് റൺ ചെയ്യാനായിട്ട് ആരംഭിക്കുന്ന ഫങ്ഷനാണ് വോയിഡ് മെയിൻ. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ അതിൻ്റെ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്, പ്രസ് ചെയ്യുമ്പോഴാണ് ഓൺ ആവുന്നത്. അതുപോലെ ഫ്ലട്ടറിൻ്റെ പവർ ബട്ടൺ എന്ന് പറയുന്നതാണ് വോയിഡ് മെയിൻ. ദെൻ റൺ ആപ്പ്, മൈ ആപ്പ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ഈ മൈ ആപ്പിനകത്താണ്. സോ ഫ്ലട്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 ടൈപ്പ് വിഡ്ജറ്റാണ്, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്, സ്റ്റേറ്റ്ഫുൾ. സ്റ്റേറ്റ്ലെസ് എന്ന് പറയുന്നത് വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യില്ല. സോ ഇപ്പോൾ ടെക്സ്റ്റ്, ഇപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ഐക്കണ് ഒക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ഹെല്ലോ എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചേക്കുവാണ്. സോ നമുക്ക് പിന്നെ ആ ടെക്സ്റ്റിനെ വേറൊരു രീതിയിലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ അത് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്ഫുൾ എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ചെക്ക് ബോക്സ് എടുക്കാമെന്ന് വയ്ക്കാം. ചെക്ക് ബോക്സ് നമുക്ക് ഓൺ ഓഫ് 2 സ്റ്റേജ് ഉണ്ട്. സോ അതിൻ്റെ സ്റ്റേറ്റ് നമുക്ക് ഡിഫറെൻ്റ് ആക്കാനായിട്ട് പറ്റും, അതായത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. സ്റ്റേറ്റിന് ചേഞ്ച് ഒന്നും ഇല്ലാത്തതാണ് സ്റ്റേറ്റ്ലെസ്. ദെൻ ബിൽഡ് മെത്തേഡിനകത്താണ് ആപ്പിൻ്റെ UI ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്ലട്ടർ ഫോളോ ചെയ്യുന്നത് മെറ്റീരിയൽ ഡിസൈനിങ് ആണ്. സോ ഒരു മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്നത് ഫ്ലട്ടറിൻ്റെ ഒരു വിഡ്ജറ്റാണ്. ഈ മെറ്റീരിയൽ ആപ്പ് ഇല്ലാതെ ഒരു ഫ്ലട്ടർ ആപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതൊരു ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് മെറ്റീരിയൽ 3 ട്രൂ എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻസിലെല്ലാം അത് ഡിഫോൾട്ട് ആയിട്ടുണ്ട്. സോ ഇത് ലേറ്റസ്റ്റ് അല്ല, സോ അതിവിടെ ട്രൂ ആക്കി കൊടുത്തേക്കുവാണ്. പിന്നെ മെറ്റീരിയൽ 3 യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഫ്യൂച്ചർ പ്രൂഫ് UI ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽ 3 യൂസ് ചെയ്യാം. അതുപോലെ ഒരു ന്യൂ ലുക്ക്, നല്ല ആനിമേഷൻസ്, ഓക്കെ, അതുപോലെ ഒരു ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ 3 യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ മെറ്റീരിയൽ 3 എന്നുള്ളത് ഫോൾസ് കൊടുക്കുകയെന്നിരിക്കട്ടെ. ഓക്കെ, മൈ ഹോം പേജിലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് മൈ ഹോം പേജ് ഒന്നും കൂടെ കൊണ്ടുവരാം. അപ്പോൾ കൺട്രോൾ Z ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹോം പേജ് വന്നിട്ടുണ്ട്. ഞാൻ യൂസ് മെറ്റീരിയൽ 3 എന്നുള്ളത് ഫോൾസ് കൊടുത്തിട്ട് ഹോട്ട് റീലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ കണ്ടോ, അതിൻ്റെ ഒരു ഡിസൈൻ, ആ ഒരു ഫോണ്ടിനായാലും ഇവിടെ കണ്ടോ വന്നിരിക്കുന്ന ചേഞ്ച്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഷേപ്പല്ല ഇപ്പോൾ. അപ്പോൾ കുറച്ചും കൂടി നല്ല ഡിസൈനും കമ്പണൻറ്റും കാര്യങ്ങളും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ യൂസ് മെറ്റീരിയൽ 3 എന്നുള്ളത് ട്രൂ ആക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺട്രോൾ S സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പം വീണ്ടും പഴയ പോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം കുറച്ചും കൂടി ഒരു ലുക്കിനൊക്കെ ഡിഫറെൻ്റ് ഉണ്ടല്ലേ. ഓക്കെ, ദെൻ ഇനി നമുക്ക് നമ്മുടെ ഈ ഹോം പേജ് വേണ്ട, നമുക്കൊരു സ്പ്ലാഷ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇതും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സ്പ്ലാഷ് സ്ക്രീനിൻ്റെ പേജ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലൈബ്രറിയുടെ അകത്ത് നമുക്കൊരു ഫോൾഡർ
ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സബ് ഫയൽസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന എല്ലാ പേജസും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്താണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ടായിരിക്കണം. സോ ഇപ്പോൾ സ്ക്രീൻസ് എല്ലാം ഒരു രീതിയിൽ ചെയ്യുക, അതിനകത്ത് യൂസ് ചെയ്യുന്ന ബാക്കി കൺട്രോളേഴ്സ് ഉണ്ടാകും, മോഡൽ ക്ലാസ് ഉണ്ടാകും. സോ അതൊക്കെ ഡിഫറെൻറ്റ് ഫോൾഡേഴ്സിൻ്റെ അകത്ത് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്ക് പോകാം. സോ ഞാൻ ഈ ലൈബ്രറിയുടെ അകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ന്യൂ ഡയറക്ടറി, ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഡയറക്ടറി. ഡയറക്ടറിയുടെ പേര് നമുക്ക് സ്ക്രീൻസ് എന്ന് കൊടുക്കാം. ഓക്കെ ഓക്കെ സ്ക്രീൻസ് കൊടുത്തു. ഈ ഡയറക്ടറിയുടെ അകത്ത് നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിന് ന്യൂ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഡാർട്ട് ഫയൽ. ഓക്കെ, ആ ഡാർട്ട് ഫയലിൻ്റെ പേര് നമ്മൾ സ്പ്ലാഷ് സ്ക്രീനാണ് ചെയ്യാൻ പോകുന്നത്. സോ സ്പ്ലാഷ് സ്ക്രീൻ എന്ന് കൊടുക്കുക. ഓക്കെ അപ്പോൾ സ്പ്ലാഷ് സ്ക്രീൻ എൻ്റെ പേജ് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു നമ്മൾ മെറ്റീരിയൽ ഡിസൈനാണ് ഫ്ലട്ടറിൽ ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് അതിൻ്റെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് ഇമ്പോർട്ട്, നമ്മൾ ആ ഒരു 1-2 സ്പെല്ലിങ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. സോ അത് എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇവിടെ മെറ്റീരിയലിൻ്റെ MA എന്ന് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും അത് വന്നിട്ടുണ്ട്. സോ അഗെയിൻ ഒന്നുകൂടി എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സ്പ്ലാഷ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് ക്ലാസ് സ്പ്ലാഷ് സ്ക്രീനോ സ്പ്ലാഷ് വ്യൂന്നോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. സ്പ്ലാഷ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് നെയിം കൊടുക്കുക. ഞാനത് സ്പ്ലാഷ് സ്ക്രീൻ തന്നെ കൊടുത്തിരിക്കുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ ക്ലാസ് നമ്മൾ വേർഡ്സ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതവിടെ വന്നിട്ടുണ്ടാവും. സോ നമുക്ക് ഈസിയാണ് കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് എൻ്റർ ചെയ്യുക. ദെൻ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ ഈ പേജിൽ വേറെ പ്രത്യേകിച്ച് അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ പേജിനൊരു കളർ വേണം, ഒരു ഇമേജ് വേണം, ഒരു ടെക്സ്റ്റ്, അങ്ങനെ ചെറിയ ചെറിയ വിഡ്ജറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ഇപ്പോൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റാണ്, അതായത് സ്റ്റേറ്റിന് ചേഞ്ച് ഒന്നും സംഭവിക്കാത്ത വിഡ്ജറ്റാണ് ഞാനിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ക്യാപിറ്റൽ ലെറ്റർ STA സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് വന്നിട്ടുണ്ട്. സോ എൻ്റർ ചെയ്യുക. ഓപ്പണിംഗ് ബ്രേസ് ആൻഡ് ക്ലോസിംഗ് ബ്രേസ്. അഗെയിൻ എൻ്റർ ചെയ്യുക. ഇനി ഇവിടെ ഒരു എറർ കാണാം അല്ലേ? സോ നമുക്കൊരു ഓവർറൈഡ് സ്റ്റേറ്റ്മെൻറ്റ് വേണം. സോ സ്പ്ലാഷ് സ്ക്രീനിൻ്റെ അവിടെ മൗസ് പോയിൻ്റർ വയ്ക്കുക. അപ്പോൾ അതാ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് എന്ത്, ക്രിയേറ്റ് വൺ മിസ്സിംഗ് ഓവർറൈഡ്. അത് ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൗസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് വരാത്തവരാണെങ്കിൽ ഓക്കെ, ഈ സ്പ്ലാഷിൻ്റെ അവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാ ഒരു റെഡ് ബൾബ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബൾബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് വൺ മിസ്സിംഗ് ഓവർറൈഡ് എന്ന് വന്നിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്താലും ഇതാ ഇതുപോലെ വരും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഇത് വേണ്ട, ഇതിൻ്റെ ആവശ്യമല്ല, ഇത് കളയാം. അപ്പോൾ ബിൽഡിനകത്ത് എറർ വന്നിട്ടുണ്ട്. എന്താണ് ബിൽഡായി വരണ്ടേന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. സോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് സ്കാഫോൾഡ് എന്ന വിഡ്ജറ്റിനകത്തേക്കാണ്. സോ റിട്ടേൺ സ്കാഫോൾഡ് എന്ന് കൊടുത്തിരിക്കുന്നു. എപ്പോഴും ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതാ സെമി കോളനിലായിരിക്കണം. അതിന് മുന്നേ ഉള്ളതെല്ലാം കോമയിലുമാണ് അവസാനിക്കേണ്ടത്. സോ സ്കാഫോൾഡ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് സ്കാഫോൾഡിനകത്താണ്. സ്കാഫോൾഡ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഈ ഒരു മൊബൈലിൽ കാണാൻ പറ്റുന്ന, നമുക്ക് കാണാലോ ഇതാ ഈ ഒരു വൈറ്റ് സ്പേസും ഈ ടെക്സ്റ്റും ഈ ബട്ടണും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ കാണാൻ പറ്റുന്ന
UI, യൂസർ ഇൻ്റർഫേസ്, നമുക്ക് കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സ്കാഫോൾഡ് എന്ന് പറയുന്നത്. സോ ഒരു ഫോണിൻ്റെ സ്കാഫോൾഡ് എന്ന് പറയുന്നത് ഇതാ ഈ കാണാൻ പറ്റുന്ന ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബോഡി, അതായത് ഇതിൻ്റെ അകത്തുള്ള ഈ ബോഡിക്കകത്ത് എന്തൊക്കെയാണ് കാണേണ്ടതെന്നാണ് ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് കാണേണ്ടത് ഓക്കെ, ബോഡിയുടെ അകത്ത് എന്താണ്, ഞാൻ ഇപ്പോൾ കണ്ടെയ്നർ എന്നൊരു വിഡ്ജറ്റിനെ വിളിക്കാൻ പോവുകയാണ്. നമ്മുടെ ഫ്ലട്ടർ എന്ന് പറയുന്നത് റിച്ച് ഓഫ് വിഡ്ജറ്റ്സ് ആണ്. നമുക്ക് ഈ കാണാൻ പറ്റുന്ന എല്ലാം ഇതൊക്കെ ഒരു വിഡ്ജറ്റാണ്. ടെക്സ്റ്റ് വിഡ്ജറ്റാണ്, ഇത് കളർ ഒരു വിഡ്ജറ്റാണ്, അതുപോലെ ഇതെല്ലാം ഈ ബട്ടണും കാര്യങ്ങളും ഒക്കെ ഓരോ വിഡ്ജറ്റ്സ് ആണ്. സോ ഞാൻ ഈ ബോഡി എന്ന് പറയുന്നതിലേക്ക് കോൾ ചെയ്യാൻ പോകുന്നത് കണ്ടെയ്നർ എന്നൊരു വിഡ്ജറ്റിനെയാണ്. ഓക്കെ, ആൻഡ് ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഇപ്പോൾ ഇതൊരു കണ്ടെയ്നർ ആയിട്ടാണ് ഞാൻ ഈ ബോഡീനെ കോൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ കണ്ടെയ്നറിൻ്റെ ഇത് ഒരു കളർ കൊടുക്കണം. സോ എനിക്ക് വേറൊരു കളറിൽ കാണാൻ പറ്റണം. അതിന് കളർ, ഇത് നമ്മളുടെ ഓൾഡ് പ്രൊജക്റ്റ് ആണ് കേട്ടോ. ഞാൻ സ്ക്രീൻ റീഫ്രഷ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. സോ ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്ന സ്പ്ലാഷ് സ്ക്രീന് കളറ് ബ്ലൂ എന്ന് കൊടുക്കാം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ C കൊടുക്കുക, കളേഴ്സ് നോക്കുക, ഡോട്ട് ബ്ലൂ, എന്തെങ്കിലും ഒരു കളർ കൊടുക്കുക. ഇനി നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതവിടെ മെയിനകത്തൊരു എറർ. ഓക്കെ, അപ്പോൾ നമ്മുടെ എറർ എന്ന് പറയുന്നത് മൈ ഹോം പേജ് എന്നൊരു ക്ലാസ് പേജ് നമുക്കില്ല. നമ്മളിപ്പോൾ സ്പ്ലാഷ് എന്ന പേജാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിവിടെ ടൈറ്റിൽ ആവശ്യമില്ല. സ്പ്ലാഷ് സ്ക്രീനിന് നമുക്കിപ്പോൾ ഒരു ടൈറ്റിൽ ആവശ്യമില്ല. മൈ ഹോം പേജ് എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് കൊടുക്കുക, സ്പ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മുടെ സ്ക്രീൻ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കാണിക്കും, കണ്ടോ? ഞാൻ സ്പ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആ പേജിൻ്റെ പേര് വന്നിട്ടുണ്ട്. എൻ്റർ അടിക്കുക. ഓക്കെ, കളയാം. ഓക്കെ, ഇപ്പോൾ ദാ ഇവിടെ സ്പ്ലാഷ് സ്ക്രീൻ, അതായത് അപ്പുറത്തെ പേജ്, ഈ ഒരു പേജ് എന്താണ്, പാക്കേജ്, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് മലയാളം ട്യൂട്ടോറിയൽ സീരീസ് എന്ന് പ്രൊജക്റ്റ് നെയിമിൽ സ്ക്രീൻസ് എന്ന് പറയുന്ന ആ ഡയറക്ടറിയിൽ സ്പ്ലാഷ് സ്ക്രീൻ പേജ് ഈ ഒരു ഫസ്റ്റ് മെയിൻ പേജിലേക്ക് ഇമ്പോർട്ട് ആയേക്കാണ്. നമുക്ക് ഇവിടെ നിന്നാണ് ഇത് റൺ ചെയ്യേണ്ടത് നമ്മുടെ ആപ്പ്. സോ നോക്കാം, റൺ ചെയ്ത് നോക്കാം. സോ റണ്ണിങ് ബട്ടൺ, ഹോട്ട് റീസ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്പ്ലാഷ് സ്ക്രീൻ ബിൽഡായിട്ട് വരുന്നുണ്ട്. ഓക്കെ, കണ്ടോ? ഇപ്പോൾ ഒരു ബ്ലൂ കളറിൽ നമ്മുടെ സ്പ്ലാഷ് ആ ഒരു കണ്ടെയ്നർ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കളറ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഈ കളറ് ജസ്റ്റ് ബ്ലൂ എന്നുള്ളത് മാറ്റിയിട്ട് ഒരു ഗ്രേഡിയൻറ്റ് കളറ് നമുക്ക് കൊടുത്തു നോക്കാം. ഒരു ഗ്രേഡിയൻറ്റ് കളറ് ബാക്ക്ഗ്രൗണ്ട് മിക്സഡ് കളറ്, അതെങ്ങനെയാണ് രണ്ട് കളറ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഗ്രേഡിയൻറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് കളേഴ്സ് ബ്ലൂ എന്നുള്ളത് മാറ്റിയിട്ട് കണ്ടെയ്നറിനകത്ത് ഡെക്കറേഷനായിട്ട് നമുക്ക് കൊടുക്കാം. ഡെക്കറേഷൻ, ബോക്സ് ഡെക്കറേഷൻ, അതിൻ്റെ അകത്ത് ഗ്രേഡിയൻറ്റ്, ലീനിയർ ഗ്രേഡിയൻറ്റ് കളറ് നമുക്ക് കൊടുക്കാം. ലീനിയർ ഗ്രേഡിയൻ്റ് ആയിട്ട് അതിനകത്ത് കളേഴ്സിൻ്റെ അകത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് ഞാൻ 2 കളേഴ്സ് ആക്കി കൊടുക്കാം. സോ കളേഴ്സ് ഡോട്ട് ബ്ലൂ ആൻഡ് കളേഴ്സ് ഡോട്ട്
റെഡ്. ഇനി ഇത് എങ്ങനെയാണ് കാണിക്കേണ്ടത്? ഈ രണ്ട് കളേഴ്സ് എന്നുള്ള ബോക്സിന് പുറത്ത് വന്നിട്ട് എന്ത് ടോപ്പിൽ കാണിക്കേണ്ട ഈ രണ്ട് കളേഴ്സ് എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് കൊടുക്കാം. ബിഗിൻ അലൈൻമെന്റ് ഡോട്ട് എവിടേക്കാണ് കളർ സ്പ്രെഡ് ചെയ്യേണ്ടത്? ടോപ്പ് ലെഫ്റ്റ് ആയിട്ടും കൊടുക്കാം. എൻഡ് അലൈൻമെന്റ് ഡോട്ട് ബോട്ടം റൈറ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ രണ്ട് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ എങ്ങനെയാണ് വ്യൂ ചെയ്യാന്ന് നമുക്ക് നോക്കാം. സോ അതിന് ഹോട്ട് റീലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഫ്ലട്ടറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. ഈ ഹോട്ട് റീലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് കൺട്രോൾ എസ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, സേവ് ചെയ്താൽ മതി. അപ്പോഴും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന ചേഞ്ച് അതപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. സോ ഞാനിപ്പോൾ ഹോട്ട് റീലോഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ പേജ് എറർ ആയിട്ടുണ്ട്. എന്താണ് എറർ ആയിരിക്കുന്നത്? ഓക്കെ, ഞാൻ ഇവിടെ ഗ്രേഡിയൻ്റ് കളർ ഡെക്കറേഷൻ്റെ അകത്താണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സോ കളർ എന്നൊരു പ്രോപ്പർട്ടി മാത്രമാണ്, ആ ഒരു വിഡ്ജറ്റ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കണ്ടെയ്നറിനകത്ത് കളറ് ഇങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബോക്സ് ഡെക്കറേഷൻ കോൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കളറ് പുറത്ത് കൊടുത്താൽ എറർ കാണിക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ കളറൊന്നും അകത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഈ ബോക്സ് ഡെക്കറേഷൻ്റെ അകത്ത് നമുക്കിത് ജസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് ഹൈഡ് ചെയ്ത് വയ്ക്കുക. സോ ഇനിയായാലും ഞാനിത് റൺ ചെയ്യുമ്പോൾ എന്താണ്, എനിക്ക് എറർ തന്നെയായിരിക്കും കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഡെക്കറേഷൻ നമ്മൾ കൊടുത്തതിന് ശേഷം ഒരിക്കലും കളറ് ഔട്ട് സൈഡ് കൊടുക്കരുത്. അതിന് ഡെക്കറേഷൻ്റെ അകത്ത് വേണം കൊടുക്കാൻ. ഞാനിനിയിപ്പോൾ ഇതും കൂടെ ഒന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കാം, എന്നിട്ടൊന്ന് റൺ ചെയ്യാം. അപ്പോൾ വേണ്ട, ആ എറർ മാറിയിട്ടുണ്ട്. അപ്പോൾ കളറെന്നുള്ള ഒരു ഇത് കറക്റ്റായിട്ട് കൊടുക്കാത്തതിൽ വന്നിരിക്കുന്ന എററാണത്. ഇനി ഈ കളറ് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. ദെൻ ഇതിനെ അൺഹൈഡ് ചെയ്യാം. ഇനി ഒന്ന് റീലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ ഒരു രണ്ട് കളറ് ഗ്രേഡിയൻറ്റിൽ ഡബിൾ കളറായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ടോപ്പ് ലെഫ്റ്റിനകത്ത് തുടങ്ങാനാണ്. സോ അത് അവിടെ തുടങ്ങി ബോട്ടം റൈറ്റിലാണ് റെഡ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മുടെ UI സ്കെഫോൾഡിനകത്ത് നമുക്കിപ്പോൾ കളറ് കാണാനായിട്ട് പറ്റി, കൊടുത്തിരിക്കുന്ന ഗ്രേഡിയൻറ്റ് കളറ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ആയാലും ഇപ്പോൾ കളറായാലും അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എറർ വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇനി സ്പ്ലാഷ് ആണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ ഒരു ഇമേജ് എനിക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇമേജ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സിൽ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിനകത്ത് അസെറ്റ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഒരു ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഒരു ഇമേജ് കൊണ്ടിട്ടിട്ട് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നെറ്റ്വർക്ക് ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു HTTPയുടെ ആ ഒരു പാത്ത് നെറ്റ്വർക്ക് ഇമേജ് അങ്ങനെ രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ വേറൊരു മെത്തേഡും കൂടി, ആനിമേറ്റഡ് ഇമേജ് എങ്ങനെയാണ്, ലോട്ടി ഫയൽസിൻ്റെ ആനിമേറ്റഡ് ഇമേജ് എങ്ങനെയാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഈ ഒരു 3 മെത്തേഡാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു അസെറ്റ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലെങ്ങനെ ഇമേജ് കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണിക്കാം എന്ന് നോക്കാം.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിനകത്ത് അസെറ്റ് എന്നൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. അതിനകത്താണ് നമ്മുടെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഈ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബാക്കി പേജസിലേക്ക് എല്ലാം യൂസ് ചെയ്യുന്ന ഇമേജസ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ നെയിം അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഡയറക്ടറി ക്ലിക്ക് ചെയ്യുക, ദെൻ അസെറ്റ്സ് എന്ന നെയിം കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ആ ഡയറക്ടറി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മുടെ ഇമേജസ് എന്ന് പറഞ്ഞ് ഞാനൊരു സബ് ഡയറക്ടറിയും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇമേജസ് ഇതിനകത്താണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് PNG ഇമേജ്, SVG അങ്ങനെ ഓരോന്നും ഉണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്ടറീസ് കാറ്റഗറൈസ് ചെയ്തിട്ട് PNG SVG എന്ന് ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇമേജസ് എന്ന് പറഞ്ഞ് ഒരു ഡയറക്റ്റ് ചെയ്തേക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഇമേജ് പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, സ്പ്ലാഷ് ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തു. നമ്മുടെ പ്രൊജക്റ്റിൽ ഞാൻ ഇമേജസ് എന്ന് പറയുന്ന എൻ്റെ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ സ്പ്ലാഷ് എന്നൊരു പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. PNG ഇമേജാണ് അത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഈ ഇമേജിൻ്റെ അകത്ത് ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യണം. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫയലാണ് ഇവിടെ കാണുന്ന pubspec.yaml എന്ന ഫയല്. ഫ്ലട്ടറിൻ്റെ ഒരു ബാക്ക് ബോൺ കോൺഫിഗറേഷൻ ഫയൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സോ ഇതിനകത്താണ് നമ്മുടെ വേർഷന്, SDK, ഡാറ്റ SDK കാര്യങ്ങൾ, ഡിപ്പെൻഡൻസീസ്, അതുപോലെ നമ്മുടെ അസെറ്റ് നമ്മൾ അവിടെ കൊടുക്കുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്യണം, അതുപോലെ ഫോണ്ട് കാര്യങ്ങൾ തുടങ്ങി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു YAML ഫയല് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മളൊരു പുതിയ ഡിപ്പെൻഡൻസി നമുക്ക് സ്പ്ലാഷ് സ്ക്രീൻ, നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ സ്പ്ലാഷ് സ്ക്രീൻ തന്നെ ഫ്ലട്ടറിന് പാക്കേജ് ഉണ്ട്. പാക്കേജ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഫ്ലട്ടറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് pub.dev pub.dev. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആവശ്യമായ പാക്കേജസും കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻറ്റ് നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കാനൊക്കെ പറ്റും പാക്കേജസ് യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്സ്, പ്രൊവൈഡർ, ബ്ലോക്ക്, ഗെറ്റ്, റിവർപോഡ്, മൊപെക്സ് അങ്ങനെ കുറേ ഉണ്ടല്ലേ. അപ്പോൾ അതും ഇതിൻ്റെ വേർഷൻ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞല്ലോ അസെറ്റ് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന അസെറ്റ്സ് എന്നുള്ളത് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഇത് കറക്റ്റ് ഒരു ഫോർമാറ്റിംഗ് ഉണ്ട്. ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ഈ ഒരു YAML ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഡേവ് ഡിപ്പെൻഡൻസീസ്, അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്, ഫ്ലട്ടർ ടെസ്റ്റ്, ദെൻ SDK. അപ്പം ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പാക്കേജ് യൂസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. കണ്ടോ, ഇവിടെ വേണം കൊടുക്കാൻ. ഇപ്പോൾ സ്പ്ലാഷ് സ്ക്രീനിൽ തന്നെ ഞാൻ പാക്കേജ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചു തരാം. ജസ്റ്റ് സ്പ്ലാഷ് വ്യൂ എന്ന് പറയുന്ന ഒരു പാക്കേജ്, അല്ലെങ്കിൽ ഇത് ആനിമേറ്റഡ് സ്പ്ലാഷ് സ്ക്രീൻ. ജസ്റ്റ് ഞാൻ പാക്കേജ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കറക്റ്റ് ഫോർമാറ്റിംഗ് ആണ് ഇത് വരുന്നതെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൊടുക്കാൻ പോകുന്ന നെയിം. അല്ലെങ്കിൽ മിസ്റ്റേക്കാണ്, ഇത് വരില്ല ഇങ്ങനെ. ആനിമേറ്റഡ് സ്പ്ലാഷ് സ്ക്രീൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പാക്കേജ് നമുക്ക് pub.dev എന്ന സൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഏത് പാക്കേജാണെന്ന് വെച്ചാൽ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനിയല്ല എങ്കിൽ ഈ പബ് അപ്ഗ്രേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പാക്കേജ് ഇൻഫർമേഷൻ വേർഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പം മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. ആനിമേറ്റഡ് അല്ലേ, ഓക്കെ, 1.3.0. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 1.3.0
ദെൻ ഇനി നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ടാണോ എന്ന് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു പാക്കേജ് ഇൻഫർമേഷൻ എന്ത് തന്നെയായാലും, ഇപ്പോൾ അസെറ്റിൻ്റെ ആയാലും നമ്മളിവിടെ അസെറ്റും കൂടെ ഞാൻ കൊടുക്കുകയാണ്. അസെറ്റ് കൊടുക്കാനായിട്ട് ഇതാ ഇങ്ങനെ ചെയ്യുക. ദെൻ എൻ്റർ അടിക്കുക. ദെൻ ഹൈഫൻ ഒരു സ്പേസ്, എന്നിട്ട് അസെറ്റ്സ്. നമ്മൾ കറക്റ്റ് ഒരു ഫോർമാറ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് അതങ്ങനെ വരും. അസെറ്റ്സ് ഹാഷ് എന്താണ് അസെറ്റിനകത്ത്, അസെറ്റ് എന്ന ഡയറക്ടറിയുടെ അകത്ത് ഇമേജസ് എന്ന നെക്സ്റ്റ് ഒരു സബ് ഡയറക്ടറിയാണ്. സോ അത് കൊടുക്കുക. ഇമേജസ് എന്ന് കൊടുത്തു. ഇനി വീണ്ടും സിമ്പിൾ കൊടുക്കുക. ദെൻ നമുക്ക് പബ് ഗെറ്റ് ക്ലിക്ക് ചെയ്യാം. പബ് ഗെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അവിടെ കാണിക്കും. സോ ഇങ്ങനെയാണ് ഒരു നോർമൽ, ഇപ്പോൾ ഫോണ്ടായാലും ഇനി നമ്മൾ ജേഴ്സൺ ഫയൽ ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ സ്പെസിഫൈ ചെയ്യണം. ഇനി ഇപ്പം ഈ ഇമേജസ് എന്ന ഡയറക്ടറിയുടെ താഴെ എനിക്ക് എത്ര ഇമേജ് വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അത് ആ ഓരോ ഇമേജിൻ്റെ പേര് വെച്ചിട്ട് ഇങ്ങോട്ട് ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ ഇമേജസിൻ്റെ ഇവിടെ ഹൈഫൻ ഇട്ടിട്ട് അല്ല സ്ലാഷ് ഇട്ടിട്ട് സ്പ്ലാഷ് ഡോട്ട് PNG എന്ന് കൊടുക്കണ്ട. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഓരോ ഇമേജും അങ്ങനെ സ്പെസിഫൈ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇനി നമുക്ക് പബ് ഗെറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ കണ്ട 0 പ്രോസസ് ഫിനിഷ്ഡ് വിത്ത് എക്സിറ്റ് കോഡ് 0 എന്ന് വന്നാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്, നമ്മുടെ പ്രൊജക്റ്റിലേക്ക്, നമ്മുടെ ആപ്പിലേക്ക് അത് ആഡ് ആയിട്ടുണ്ട് എന്നാണ് മീനിങ്. അപ്പോൾ അങ്ങനെ കിട്ടാത്തവർക്ക് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഫോർമാറ്റിങ് കറക്റ്റ് ആയിട്ടാണോ എന്ന്. ഇനിയിപ്പോൾ ഞാൻ എന്താ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് നീക്കിയാണ് കൊടുക്കുന്നതെന്ന് വയ്ക്കുക. ദെൻ ഒന്ന് പബ് ഗെറ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ എറർ വന്നിരിക്കുന്നുണ്ടോ? അതായത് ആനിമേറ്റഡ് സ്പ്ലാഷ് സ്ക്രീൻ എന്നുള്ളത് കറക്റ്റ് ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടില്ല. അത് ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടിയിരുന്നത്. സോ അവിടെ എറർ വന്നിരിക്കുന്നുണ്ടോ? കറക്റ്റ് ഫോർമാറ്റിംഗ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ നോക്കാം. ഇനി ഒന്ന് പബ് ഗെറ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഫോർമാറ്റിംഗ് കറക്റ്റ് ആയിട്ടാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അസെറ്റിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്ത ഡയറക്ടറി നമ്മൾ pubspec.yaml കൊണ്ടുവന്നിട്ടു അത് കറക്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ YAML ഫയലിൽ അസെറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇമേജ് കാണിക്കില്ല, അത് എറർ കാണിക്കും. ഓക്കെ ഇനി നമുക്ക് നമ്മുടെ പേജിലേക്ക് പോകാം. സ്പ്ലാഷ് സ്ക്രീൻ. ഇവിടെ ഗെറ്റ് ഡിപ്പെൻഡൻസീസ് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന അസെറ്റ് ഇമേജിനെ നമ്മുടെ ഈ സ്പ്ലാഷ് വ്യൂവിൽ എങ്ങനെ കാണിക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കണ്ടെയ്നറിന് നമുക്കൊരു ചൈൽഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഈ കണ്ടെയ്നറിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ പുറമെ അല്ലെങ്കിൽ അകത്താണല്ലോ നമുക്ക് ആ ഇമേജ് കാണിക്കേണ്ടത്. സോ നമുക്ക് ഈ കണ്ടെയ്നറിൽ ഒരു ചൈൽഡ് വെച്ചിട്ട് അടുത്ത ചൈൽഡ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചൈൽഡ് ചൈൽഡ് എന്താണ് അസെറ്റ് ഇമേജ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇമേജ് വന്നിട്ടുണ്ട് ഡോട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അസെറ്റ് ഇമേജ് ഫയല് മെമ്മറി നെറ്റ്വർക്ക്. നമുക്കിപ്പോൾ അസെറ്റ് ഇമേജ് നോക്കാം. അസെറ്റ് ഇനി ഇമേജിൻ്റെ നെയിം കൊടുക്കേണ്ടത് ഡബിൾ കോട്ട്സിനകത്താണ്. അപ്പോൾ ഡബിൾ കോട്ട്സിൽ നമ്മുടെ ഇമേജ് ഇത് സ്പ്ലാഷ് ഡോട്ട് PNG അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കോപ്പി പാത്ത് റെഫറൻസ് എന്ന് വന്നിരിക്കുന്നതല്ലേ അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ
പാത്ത് ഫ്രം കണ്ടന്റ് റൂട്ട് അത് ക്ലിക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, പേസ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇമേജ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യുക. ഇനി ഇവിടെ വ്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. റൺ ചെയ്യാം. ഹോട്ട് റീലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ എസ് സേവ് ചെയ്യുക. ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഇമേജ് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ കണ്ടെയ്നർ ബോക്സും ചുരുങ്ങി. അതായത് ഈ ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതാ ഇത്രയേ ഉള്ളൂ. ആ ഇമേജിൻ്റെ സൈസിലേക്ക് ഈ കണ്ടെയ്നർ ബോക്സ് ഇവിടെ ചുരുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അത് കണ്ടെയ്നറിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയർ അങ്ങനെയാണ്. നമ്മൾ എന്ത് ചൈൽഡാണോ കൊടുക്കുന്നത് ആ ചൈൽഡിൻ്റെ വലുപ്പത്തിലേക്ക് അത് ചുരുങ്ങുന്നത് അതിൻ്റെ ഒരു ഡിഫോൾട്ട് ബിഹേവിയർ ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ ഈ കണ്ടെയ്നർ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ കണ്ടെയ്നറിനൊരു വിഡ്ത്തും ഹൈറ്റും കൊടുക്കുക എന്നുള്ളതാണ്. സ്ക്രീനിൻ്റെ സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടെയ്നർ ബോക്സ് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് വിഡ്ത്തും ഹൈറ്റും ഡബിൾ ഡോട്ട് ഇൻഫിനിറ്റിന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് വിഡ്ത്ത് എന്താണ് കൊടുക്കുക, ഡബിൾ ഡോട്ട് ഇൻഫിനിറ്റി, ആൻഡ് ഹൈറ്റ് ഓൾസോ ഡബിൾ ഡോട്ട് ഇൻഫിനിറ്റി. ഇനി ഒന്ന് സേവ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ആ സ്ക്രീൻ മുഴുവനായിട്ട് കണ്ടെയ്നർ ബോക്സിൻ്റെ സൈസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇമേജും നമുക്ക് സെൻറ്ററിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇമേജിനെ സെൻറ്റർ വിഡ്ജറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സെൻറ്ററിലാണ് റാം വിത്ത് സെൻറ്റർ കൊടുക്കുക, സേവ് ചെയ്യാം. ഓക്കെ, സെൻറ്ററിൽ തന്നെയാണ് നമ്മുടെ ഇമേജ് കറക്റ്റായിട്ടിരിക്കുന്നത്. ഇനി ഈ ഇമേജിൻ്റെ സൈസ് കുറയ്ക്കണം. ഈ ഇമേജിൻ്റെ സൈറ്റും ഹൈറ്റും നമുക്ക് വേറെ കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ബിഗ് ഇമേജ് ആണ് അല്ലേ. നമുക്കിതിൻ്റെ സൈസ് ഒന്ന് സ്മോൾ ആക്കാം. അതിന് വേണ്ടിയിട്ട് എന്താണ്, വിഡ്ത്ത് എന്ന് ഇത് നമുക്കൊരു 50 ആക്കാം, ഹൈറ്റ് 50 ആക്കാം. ദെൻ കൺട്രോൾ എസ്, അതിൻ്റെ സൈസ് വളരെയധികം ചുരുങ്ങിപ്പോയി, കുറച്ചുകൂടെ വലുതാക്കാം. 200 കൊടുക്കാന്നിരിക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കാണാം, ക്ലിയർ ആണ്. ഓക്കെ, അത് മതി. ഇനിയിപ്പോൾ വിഡ്ത്തും ഹൈറ്റും ഇങ്ങനെ കൊടുക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഈ ആപ്പ് റൺ ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിവൈസസിലായിരിക്കും. അപ്പോൾ ഓരോ ഡിവൈസിൻ്റെയും വിഡ്ത്തിനും ഹൈറ്റിനും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഇമേജിൻ്റെ സൈസ് കൊടുത്താൽ എല്ലാ ഡിവൈസിലും, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് സെൻറ്ററായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റ് ഡിവൈസിൽ ഇതിൻ്റെ സെൻറ്റർ ഈ ഒരു അലൈൻമെൻറ്റിന് ഡിഫറൻസ് ഉണ്ടാകാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറുകയും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളുടെ ഏത് ഡിവൈസാണോ അതിൻ്റെ സൈസിനനുസരിച്ച് ഇമേജ് കറക്റ്റ് സെൻറ്ററിൽ, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അവിടെ പ്ലേസ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു നല്ല വ്യൂ കിട്ടണമെങ്കിൽ നമ്മളതിന് മീഡിയ ക്വറി എന്നൊരു വിഡ്ജറ്റാണ് യൂസ് ചെയ്യുക. മീഡിയ ക്വറി എന്നത് ഫ്ലട്ടറിലുള്ള ഒരു ബിൽറ്റ് ഇൻ ക്ലാസ് ആണ്. സ്ക്രീനിൻ്റെയൊക്കെ വലുപ്പത്തിനനുസരിച്ച് UI കമ്പോണൻസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി മീഡിയ ക്വറി എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഈ വിഡ്ജറ്റ് ബിൽഡ് എന്നുള്ളതിൻ്റെ താഴെ വന്നിട്ട് ഡബിൾ സ്പേസ് വിഡ്ത്ത് ഈക്വൽ ടു എന്ത്, മീഡിയ ക്വറി ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്
ഡോട്ട് സൈസ് ഡോട്ട് വിഡ്ത്ത് സെമിക്കോളൻ. ദെൻ നെക്സ്റ്റ് ലൈൻ ഇതുപോലെ തന്നെ Ctrl+C നമുക്ക് താഴെ പേസ്റ്റ് ചെയ്യാം. Ctrl+V ഇവിടെ വിഡ്ത്ത് മാറ്റി ഹൈറ്റ് നോക്കുക. ദെൻ ഹൈറ്റ് നോക്കുക. ഓക്കെ, ദെൻ Ctrl+Alt+L. ഓക്കെ, ആൻഡ് ഇതിന് ഇവിടെ കോൾ ചെയ്യുന്നത് വിത്ത് ഈ 200 എന്നുള്ളത് നമുക്ക് മാറ്റി നമ്മൾ ഇവിടെ വിളിച്ചിരിക്കുന്നത്, ഇവിടെ ഇപ്പോൾ ഞാൻ വിട്ട് എന്നല്ല വേറൊരു പേര് കൊടുക്കാം, സ്ക്രീൻ വിട്ട് എന്നാക്കാം. അതുപോലെ തന്നെ ഇവിടെ സ്ക്രീൻ ഹൈറ്റ് എന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്ക്രീൻ വിത്ത് കൊടുക്കുക. ദെൻ സ്പേസ് ഈ സിമ്പിൾ ആസ്റ്ററിക് സിമ്പിൾ കൊടുക്കുക. 0.3 എന്ന് കൊടുക്കാം. ആൻഡ് ഹൈറ്റ് സ്ക്രീൻ ഹൈറ്റ് ആസ്റ്ററിക് സിമ്പിൾ 0.3 കൊടുക്കുക. സേവ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ സൈസ് കുറച്ച് ഷോർട്ടായിട്ടുണ്ട്. ഓക്കെ, അത് മതി. ആൻഡ് ഇനി എനിക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം ഇമേജിൻ്റെ താഴെ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെൻറ്ററിൽ, ഓക്കെ, സെൻറ്റർ വിഡ്ജറ്റിൻ്റെ അകത്ത് തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അവിടെ എറർ ആയിട്ടുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഫ്ലട്ടറിൽ സിംഗിൾ ചൈൽഡ് വിഡ്ജറ്റും ഉണ്ട്, മൾട്ടി ചൈൽഡ് വിഡ്ജറ്റും ഉണ്ട്. ഈ കണ്ടെയ്നർ, സെൻറ്റർ, അതുപോലെ പാഡിങ്, അങ്ങനെ ചില വിഡ്ജറ്റ്സിൽ 1 ചൈൽഡ് മാത്രമാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചൈൽഡ് വിഡ്ജറ്റാണ് അത്. ഓക്കെ, ആൻഡ് മൾട്ടിപ്പിൾ ചൈൽഡിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എവിടെ കോളം, റോ, ലിസ്റ്റ് വ്യൂ, റാപ്പ്, അങ്ങനെ വേറെ കുറേ വിഡ്ജറ്റിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ അല്ലെങ്കിൽ റോ ആയിട്ട് വിഡ്ജറ്റ്, മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ സെൻറ്റർ എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ഒരു ചൈൽഡ് വിഡ്ജറ്റിന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എറർ കാണിക്കുന്നത്. സോ നമുക്കിവിടെ ഈ ഇമേജിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളറ് ബൾബ് കാണാം. സോ അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഡ്രാപ്പ് വിത്ത് കോളം കൊടുക്കാം. നമുക്ക് ഇമേജിൻ്റെ താഴെയാണ് എനിക്ക് ടെക്സ്റ്റ് കാണേണ്ടത്. സോ ഞാനവിടെ കോളം എന്ന് കൊടുത്തു. എന്നിട്ട് ഇതാ ഇവിടെ താഴെയായിട്ട് വന്ന് ടെക്സ്റ്റ്. ഇപ്പോൾ എറർ കാണിക്കുന്നില്ല. ദെൻ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, വെൽക്കം എന്ന് കൊടുക്കാം. എന്നിട്ടൊന്ന് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റും ഇമേജും ടോപ്പ് പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടെയ്നർ വിഡ്ജറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഡിഫോൾട്ട് ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? അതുപോലെ തന്നെ കോളത്തിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയർ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ട് പൊസിഷൻ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് സ്റ്റാർട്ടാണ്. അതാണ് അതിൻ്റെ ടോപ്പിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പം നമ്മൾ സെൻറ്റർ വെച്ചിട്ട് അതിനെ റാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ കോളത്തിനെ സെൻറ്റർ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതതിൻ്റെ ഹൊറിസോണ്ടലി മാത്രമേ അതിനെ സെൻറ്റർ ആക്കിയുള്ളൂ. വെർട്ടിക്കലി, അതായത് ഇപ്പോൾ കോളത്തിൻ്റെ മെയിൻ ആക്സിസ്, അതായത് നമ്മൾ താഴേക്കാണ് കോളത്തിൽ എലമെൻറ്റ്സ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്, വെർട്ടിക്കൽ ആക്സിസ് ആണ്. ഓക്കെ, ക്രോസ് ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ഉള്ള ആക്സിസ്. അതുപോലെ റോയുടെ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. ക്രോസ് ആക്സിസ് എന്ന് പറയുന്നതാണ് വെർട്ടിക്കലി പ്ലേസ് ചെയ്യുന്നത്. മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ആണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോളത്തിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയർ അനുസരിച്ചിട്ട് അതിൻ്റെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് അത് സ്റ്റാർട്ട് പൊസിഷനിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനെ സെൻറ്റർ ആക്കണമെങ്കിൽ നമുക്ക് കോഡിൽ ഇങ്ങനെ കൊടുക്കാം.
അതായത് നമുക്ക് ഈ കോഡ് ഇനി ഒന്ന് അലൈൻ ചെയ്യാം കേട്ടോ. ഇത് കറക്റ്റ് അലൈൻമെൻറ്റിലാണോ? കൺട്രോൾ ഓൾട്ട് എല് പ്രസ് ചെയ്യാം. അപ്പോൾ കോഡൊന്ന് അലൈൻ ആയിട്ടുണ്ട്. ഇനി ഈ കോളത്തിനെ, അതായത് ഇതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ്, കോളത്തിൻ്റെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഡോട്ട് സ്റ്റാർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് റീലോഡ് ചെയ്യുക. സോറി, മിസ്റ്റേക്ക്, സ്റ്റാർ ഇട്ടല്ല കേട്ടോ, സെൻറ്റർ ആക്കുക. ഓക്കെ, സെൻറ്റർ. ഇനി ഒന്ന് റീലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ സെൻറ്റർ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് തൽക്കാലത്തേക്ക് 7 സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഫോൺ സൈസ്, ഫോൺ വെയിറ്റ്, കളർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നതൊക്കെ ഈ ഡബിൾ കോട്ട് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇവിടെ സിംഗിൾ കോട്ട് ആയാലും അത് ഓക്കെയാണ് കേട്ടോ. ഡബിൾ കോട്ട് വേണമെന്നില്ല, സിംഗിൾ കോട്ട് ആയാലും ഓക്കെയാണ്. ആൻഡ് കോമയുടെ സ്റ്റൈൽ മാറ്റാനായിട്ട് ടൈപ്പ് ചെയ്യുക സ്റ്റൈൽ, ടെക്സ്റ്റ് സ്റ്റൈൽ. ഓക്കെ, ടെക്സ്റ്റ് സ്റ്റൈൽ. ഓക്കെ, ആൻഡ് നമുക്ക് ഫോൺ സൈസ്, ഫോൺ വെയിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫോൺ വെയിറ്റ് ബോൾഡ് ആക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇവിടെ പല റേഞ്ച് ഉണ്ട്, 600, 400, ഏതാണോ വേണ്ടത് അതുപോലെ ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു 600 കൊടുക്കാം. ആൻഡ് ഫോൺ സൈസ് എന്ന് പറയുന്ന ഒരു 18 ആക്കാം. പിന്നെ സംഭവിച്ചിരിക്കാൻ നോക്കാം നമുക്ക്. സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഒരു സ്റ്റൈലിന് ഒരു ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളേഴ്സ് ഡോട്ട് ഏതാണോ കളർ വേണ്ടത് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി കൺട്രോൾ ഓൾട്ട് എൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോഡ് ഒന്ന് അലൈൻ ചെയ്യണം. കൺട്രോൾ ഓൾട്ട് എൽ ഒരുമിച്ച് പ്രസ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ അസറ്റിൽ നിന്ന് എങ്ങനെയാണ് ഇമേജ് ആഡ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി എങ്ങനെ ഒരു ഗൂഗിൾ ഇമേജ്, നെറ്റ്വർക്ക് ഇമേജ് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇമേജ് ഡോട്ട് അസറ്റ് എന്നുള്ളിടത്ത് അത് മാറ്റുക. ഡോട്ട് ഏതാണോ, ഇവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ നെറ്റ്വർക്ക്. ഇപ്പം നമുക്ക് ഇത് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് റീലോഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഇവിടെ ഇമേജ് കാണിക്കില്ല, മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഇമേജ് ആഡ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ആൻഡ് ഓക്കെ, എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ കാർ ഇമേജ് എന്ന് ടൈപ്പ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ഓപ്പൺ ചെയ്യാന്നിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് കേട്ടോ. ഓക്കെ, ആൻഡ് ഒരു ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ പാത്ത്, ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ പാത്താണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ കൺട്രോൾ എ, കൺട്രോൾ സി. ഓക്കെ, സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ആ പാത്താണ് പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പേസ്റ്റ് ചെയ്തു. ഇനി ഒന്ന് റീലോഡ് ചെയ്യാം. ഇതായിപ്പോൾ നമുക്ക് ആ ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നെറ്റ്വർക്ക് ഇമേജ് ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കിത് വിട്ടും ഹൈറ്റും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാം കേട്ടോ. ആൻഡ് ഇനി ഞാൻ പറഞ്ഞത് ലോട്ടി ഫയൽസിൻ്റെ ആനിമേറ്റഡ് ഇമേജ് കൂടെ ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, വീണ്ടും ഗൂഗിളിൽ പോവുക. ആൻഡ് ലോട്ടി ഫയൽസ് എന്ന് ഒന്ന് സെർച്ച് ചെയ്യുക.
ഓക്കെ, ഇനി ഇതാ ഈ കാണുന്ന ഡൗൺലോഡ് ഫ്രീ ലൈറ്റ് വെയ്റ്റ് ആനിമേഷൻസ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ആനിമേറ്റഡ് കണ്ടന്റ് ആണ് വേണ്ടത് എന്ന് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ലോഡിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് സെർച്ച് ചെയ്യാൻ ഞാനിവിടെ ജസ്റ്റ് ട്രാവൽ എന്ന് സെർച്ച് ചെയ്യാണ്. ട്രാവൽ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാവലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആനിമേറ്റഡ് ഫയൽസ് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണ്. ആൻഡ് ഇനി ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വേറൊരു പേജിലേക്ക് ഇത് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് ലോട്ടി JSON കണ്ടോ, ഇതാ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് സ്ക്രീൻ ഓപ്പൺ ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ലോട്ടി ഫയൽ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ YAML ഫയലിനകത്ത് pubspec.yaml ഫയലിൽ നമ്മൾ ലോട്ടിയുടെ ഡിപ്പെൻഡൻസി ഇതുപോലെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, ലോട്ടിന്ന് ടൈപ്പ് ചെയ്യുക, ദെൻ പബ് അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഏതാണ് വേർഷൻ കിട്ടും. അപ്പോൾ അത് ആഡ് ചെയ്യുക, ദെൻ പബ്ഗെറ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ലോട്ടി ഫയല് ഈ അസറ്റിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡിൽ ചെയ്യാം ലോട്ടി ആനിമേഷൻ. സോ ഞാനിപ്പോൾ അസറ്റ് ഫോൾഡറിൽ ഇമേജസ് എന്ന് പറയുന്ന ഡയറക്ടറിയുടെ അകത്ത് ആഡ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ കോപ്പി ചെയ്യുക. ഓക്കെ, ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ഞാനതിനെ പേസ്റ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് നെയിമൊക്കെ റീനെയിം ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ അസറ്റ്സിനകത്ത് ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ ഈ പാത്തും നമുക്ക് നമ്മുടെ YAML ഫയലിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പാത്ത് കോപ്പി, പാത്ത് റെഫറൻസ്, പാത്ത് ഫ്രം ദ കണ്ടന്റ് റൂട്ട് കൊടുക്കുക. ദെൻ അഗൈൻ YAML ഫയലിൽ വരിക. ഇവിടെ നമ്മുടെ അസറ്റ്സ് ആഡ് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ പാത്ത് കൺട്രോൾ പേസ്റ്റ് ചെയ്യാം. ഇനി ഒന്നും കൂടെ പബ്ഗെറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ സ്ക്രീനിൽ വന്നിട്ട് ലോട്ടി ഫയൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമേജ് ഡോട്ട് നെറ്റ്വർക്ക് മാറ്റുക. ഇവിടെ ലോട്ടി ഡോട്ട് അസറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ലോട്ടി. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എറർ കാണിക്കുന്നുണ്ടല്ലേ, അത് നമ്മളതിൻ്റെ പാക്കേജ് ലോട്ടി ഫയൽസിൻ്റെ പാക്കേജ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം ഈ പേജിലേക്ക്. ബട്ട് ഇവിടെ പാക്കേജ് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല, ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് പാക്കേജ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നതെങ്കിൽ ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്യാം. ആൻഡ് അങ്ങനെ കാണിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫ്ലട്ടറിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് pub.dev ആണ്. അവിടെ പോയിട്ട് നമുക്ക് ആ പാക്കേജ് കോപ്പി ചെയ്ത് കൊണ്ടുവരാം തൽക്കാലത്തേക്ക്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുക നിങ്ങൾ, pub.dev. ഓക്കെ, ഇവിടെ ലോട്ടിന്ന് കൊടുക്കുക, സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലോട്ടിയുടെ കുറേ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ, ഒരു സാമ്പിൾ പ്രോഗ്രാമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ടോപ്പിൽ വേണ്ട കോഡാണ്. ഓക്കെ, അപ്പോൾ ഇത് തൽക്കാലം നിങ്ങൾ കോപ്പി ചെയ്യുക, Ctrl+C, ആൻഡ് നമ്മുടെ പേജിൽ
ടോപ്പിൽ വന്നിട്ട് ഇതാ ഇവിടെ മെറ്റീരിയൽ ഈ ഇമ്പോർട്ട് ചെയ്തതിൻ്റെ താഴെ അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ലോട്ടിയുടെ പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഇഷ്യൂ പോയിക്കോളും. ലോട്ടി ഡോട്ട് അസെറ്റ്, നമ്മൾ അസെറ്റ് ഇമേജ് ആണല്ലോ. ഓക്കെ, സെറ്റ് ദെൻ ഈ പാത്ത് കൊടുക്കാം. പാത്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് പ്രൊജക്റ്റ് റീലോഡ് ചെയ്യാം. ആനിമേറ്റഡ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്ക്രീനിലേക്ക് ഇമേജും ആനിമേറ്റഡ് ഫയൽസൊക്കെ ഈ രീതിയിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് ഒരു ഇമേജ് അസെറ്റ് ഫോൾഡറിൽ നിന്നും നെറ്റ്വർക്കിൽ നിന്നും ഫ്ലോട്ടി ഫയൽസ് നിന്നും എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ മനസ്സിലാകുന്നില്ല എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.